ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വലിയവനായ കർത്താവിൻ്റെ കൃപയാലും കരുണയാലും ഒരു വിശുദ്ധ ഞായറാഴ്ച കൂടി കാണുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഇന്ന് റിഫോർമേഷൻ സൺഡേ, നവീകരണ ഞായറായി ആചരിക്കുന്നു. ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നവീകരണം, റിഫോർമേഷൻ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ യോഹന്നാൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരു ജീവിതം നയിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 3 വ്യത്യസ്ത ജനവിഭാഗങ്ങളിലുള്ളവരോടാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ വായിക്കുമ്പോൾ നാം ആദ്യം ചിന്തിക്കുക, യോഹന്നാൻ അപ്പോസ്തലൻ 3 വ്യത്യസ്ത പ്രായത്തിൽ, അതായത് 3 ഏജ് ഗ്രൂപ്പിൽ ഉള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ്. കുഞ്ഞുങ്ങൾ അഥവാ കുട്ടികൾ, ബാല്യക്കാർ അല്ലെങ്കിൽ യൗവനക്കാർ, പിതാക്കന്മാർ അഥവാ മാതാപിതാക്കന്മാർ. എന്നാൽ വിശുദ്ധ യോഹന്നാൻ അവരുടെ ആത്മീയ പ്രായമനുസരിച്ചാണ് സഭയെ വിഭജിച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ പലയിടത്തായി കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് പ്രായഭേദമന്യേ എല്ലാ വിശ്വാസികളെയും ഉൾപ്പെടുത്തിയാണ്. 2-ാം അധ്യായം 1-ാം വാക്യം, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. 18-ാം വാക്യം, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യ നാഴികയാകുന്നു, എതിർ ക്രിസ്തു വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മറ്റു പല ഭാഗങ്ങളിലും സഹോദരന്മാരെ, പ്രിയമുള്ളവരെ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ എല്ലാ വിശ്വാസികളെയുമാണ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ 12-ാം വാക്യത്തിൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പുതുതായി വന്നവരാണ് കുഞ്ഞുങ്ങൾ, ആത്മീയ തുടക്കക്കാർ. കർത്താവിൻ്റെ പാപമോചനത്താൽ അവർക്ക് ആത്മീയ വിജയം ലഭിച്ചിരിക്കുന്നു. യുവാക്കൾ എന്നത് വിശ്വാസത്തിൽ പ്രായം കുറഞ്ഞവരെ സൂചിപ്പിക്കുന്നു. അവർക്ക് ഏറെ പ്രത്യേകതകൾ ഇവിടെ കാണുന്നു. അവർ ശക്തരാണ്, ദൈവവചനം പഠിച്ച് വചനം അവരിൽ വസിക്കുന്നു. അവർ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവർ ആത്മീയ വിജയം നേടിയിരിക്കുന്നു. പിതാക്കന്മാർ എന്നത് ആത്മീയമായി കൂടുതൽ പക്വതയുള്ളവരെ സൂചിപ്പിക്കുന്നു. ആദ്യം മുതലുള്ളവനെ അറിയുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ. ആത്മീയ പക്വത ഒരു പ്രക്രിയയാണ്. അത് ശാരീരിക പ്രായവുമായി ഒരു ബന്ധവുമില്ല. ദൈവജനം ആത്മീക പക്വതയുള്ളവരായിരിക്കണം. 15-ഉം 16-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ആത്മീയമല്ലാത്ത കാര്യങ്ങളിൽ അമിതമായി ആസക്തി കാണിക്കരുതെന്ന് 3 വ്യത്യസ്ത വിശ്വാസ സമൂഹത്തോടും അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നു. വിശ്വാസികൾ ദൈവത്തെ സ്നേഹിക്കുകയും അന്യോന്യം സ്നേഹിക്കുകയും വേണം. ലോകമെന്ന പദം വീണുപോയ മനുഷ്യ കേന്ദ്രീകൃതമായ ജീവിത രീതിയെ സൂചിപ്പിക്കുന്നു.
പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്നതുൾപ്പെടെ ഈ ലോകം പ്രവർത്തിക്കുന്ന രീതിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പിതാവിൻ്റെ ഇഷ്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല. 17-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു. 4 കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ക്രിസ്തുവിലൂടെയുള്ള ആത്മീയ വളർച്ച. ആത്മീക വളർച്ചയിൽ നാം എവിടെയാണ്? നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം. യേശു കർത്താവുമായുള്ള ബന്ധത്തിൽ നാം എവിടെയാണ്? കുഞ്ഞുങ്ങൾ, ബാല്യക്കാർ, പിതാക്കന്മാർ. മാർത്തോമാ സഭയുടെ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന നാം ഓരോരുത്തരും ആഴമുള്ള വിശ്വാസ ജീവിതം കൊണ്ട് പിതാക്കന്മാരായി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, ക്രിസ്തുവിലൂടെയുള്ള ആത്മീയ വിജയം. നാം വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളാകുമ്പോൾ ക്രിസ്തുവിന്റെ നാമനിമിത്തം നമ്മുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. നാം വിശ്വാസത്തിൽ ബാല്യക്കാരാകുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുകയും വചനത്തിന്റെ ശക്തിയാൽ നാം ദുഷ്ടനെ ജയിക്കുകയും ചെയ്യണം. എന്നാൽ നാം പിതാക്കന്മാരാകുമ്പോൾ ആദ്യം മുതലുള്ള നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് വചനത്തിന്റെ ശക്തിയാൽ ക്രിസ്തുവിലൂടെ നമുക്ക് വിജയം ലഭിക്കും. മൂന്നാമതായി, ക്രിസ്തുവിലൂടെയുള്ള അർത്ഥവത്തായ തിരഞ്ഞെടുപ്പുകൾ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിന്റെ മോഹങ്ങൾ ക്ഷണികമാണ്. ലോകത്തിന്റെ മോഹങ്ങളെ ത്യജിച്ച് പിതാവിനുള്ളതിനെ തിരഞ്ഞെടുത്ത് ദൈവേഷ്ടം ചെയ്ത് ദൈവവുമായുള്ള ബന്ധത്തിന് മുൻഗണന നൽകി ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. നാലാമതായി, ക്രിസ്തുവിലൂടെയുള്ള പുതുക്കപ്പെടലും നിത്യജീവനും. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പുതുക്കപ്പെടലിന്റെ നവീകരണത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കണം. നമ്മുടെ പിതാവ് നല്ലവനും സ്നേഹനിധിയുമാണ്. അവൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവനുമായുള്ള ബന്ധം കൃപയോടെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം നാം പുനർക്രമീകരിക്കണം. പ്രാർത്ഥനയിലൂടെയും വേദപഠനത്തിലൂടെയും സേവനത്തിലൂടെയും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ വചനത്തിന്റെ ശക്തിയാൽ ദുഷ്ടനെ ജയിച്ച് ലോകത്തിന്റെ മോഹങ്ങളെ ത്യജിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇന്ന് നാം കേട്ട വചനം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന സെലസ്റ്റിയൽ ഹാർട്ട് കുടുംബാംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.